എൻ്റെ കൃതയും ശുഭവചനത്താൽ കവിയുന്നു. എൻ്റെ കൃതി രാജാവിന് വേണ്ടിയുള്ളത് എന്ന് ഞാൻ പറയുന്നു. എൻ്റെ നാമസമൃദ്ധനായ ലേഖനം എഴുത്തുപോലും ആകുന്നു. നീ മനുഷ്യപുത്രന്മാരിൽ അതിസുന്ദരൻ, ലാവണ്യത്തിന്റെ അതിരിൽ പകർന്നിരിക്കുന്നു. അതുകൊണ്ട് ദൈവം നിന്നെ എന്നേക്കും അനുഗ്രഹിച്ചിരിക്കുന്നു. വീരനായുള്ളവയെ നിന്റെ വാൾ അരക്കി വിട്ടുക. നിന്റെ തേജസ്സും നിന്റെ മഹിമയും തന്നെ. സത്യവും സൗമ്യതയും നീതിയും പാലിക്കേണ്ടതിന് നീ മഹിമയോട് കൃതാർത്ഥനായി വാഹനമേറി എഴുന്നള്ളുക. നിന്റെ വലകയിൽ ഭയങ്കര കാര്യങ്ങളെ നിനക്ക് ഉപദേശിച്ചു പെരുമാറാകട്ടെ. നിന്റെ അസ്ത്രങ്ങൾ മൂർച്ചയുള്ളവയാകുന്നു. ജാതികൾ നിന്റെ കീഴിൽ വീഴുന്നു. രാജാവിന്റെ ശത്രുക്കളുടെ നെഞ്ചത്ത് അവ തറയ്ക്കുന്നു. ദൈവമേ, നിന്റെ സിംഹാസനം എന്നേക്കുമുള്ളതാകുന്നു. നിന്റെ രാജ്യത്വത്തിന്റെ ചെങ്കോൽ നീതിയുള്ള ചെങ്കോലാകുന്നു. നീ നീതിയെ ഇഷ്ടപ്പെട്ട് ദുഷ്ടതയെ ദ്വേഷിക്കുന്നു. അതുകൊണ്ട് ദൈവം നിന്റെ ദൈവം തന്നെ നിന്റെ കൂട്ടുകാരൻ പരമായ നിന്നെ ആനന്ദത്തെ കൊണ്ട് അഭിഷേകം ചെയ്തിരിക്കുന്നു. നിന്റെ വസ്ത്രമെല്ലാം ചന്ദനമുള്ളോ ലവംഗവും കൊണ്ട് സുഗന്ധമായിരിക്കുന്നു. ദന്തമന്ദിരങ്ങളിൽ നിന്ന് കമ്മിനാഥൻ നിന്നെ സന്തോഷിപ്പിക്കുന്നു. നിന്റെ സ്ത്രീരത്നങ്ങളുടെ കൂട്ടത്തിൽ രാജകുമാരികളുണ്ട്. നിന്റെ വലതുഭാഗത്ത് രാജ്ഞി ഓഫീർത്തങ്കം അണിഞ്ഞു നിൽക്കുന്നു. അല്ലയോ കുമാരി, കേൾക്കുക, നോക്കുക, ചെവി ചായ്ക്കുക. സ്വജനത്തെയും നിന്റെ പിതൃഭവനത്തെയും മറക്കാം. അപ്പോൾ രാജാവ് നിന്റെ സൗന്ദര്യത്തെ ആഗ്രഹിക്കും. അവൻ നിന്റെ നാഥനല്ലോ, നീ അവനെ നമസ്കരിച്ചു കൊള്ളുക. സ്വർനിവാസികളുടെ ജനത്തിലെ ധനവാന്മാർ തന്നെ കാഴ്ചവെച്ച് നിന്റെ മുഖപ്രസാദം തേടും. അന്തഃപുരത്തിലെ രാജകുമാരി ശോഭാപരിപൂർണയാകുന്നു. അവളുടെ വസ്ത്രം കസവ് കൊണ്ടുള്ളത്. അവളെ ചിത്രത്തെയുള്ള വസ്ത്രം ധരിപ്പിച്ച് രാജസന്നിധിയിൽ കൊണ്ടുവരും. അവളുടെ തോഴിമാരായി കൊണ്ടുവരുന്ന കനികമാരെയും നിന്റെ അടുക്കൽ കൊണ്ടുവരും. സന്തോഷത്തോടും ഉല്ലാസത്തോടും കൂടി അവരെ കൊണ്ടുവരും. അവർ രാജമന്ദിരത്തിൽ പ്രവേശിക്കും. നിന്റെ പുത്രന്മാർ നിന്റെ പിതാക്കന്മാർക്ക് പകരമിരിക്കും. സർവഭൂമിയിലും നീ അവരെ പ്രമുഖന്മാരാക്കും. ഞാൻ നിന്റെ നാമത്തെ എല്ലാ തലമുറകളിലും ഓർക്കുവാനാകും. അതുകൊണ്ട് ജാതികൾ എന്നും എന്നേക്കും നിനക്ക് സ്തോത്രം ചെയ്യും. ഞങ്ങളെ അതിവാസമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ ദൈവമേ, സ്വർഗ്ഗീയ പിതാവേ, അടികൾ ആഗ്രഹിച്ചതുപോലെ പ്രാർത്ഥിച്ചതുപോലെ ഞങ്ങളുടെ പ്രിയ സ്കറിയുടെയും സുമിയുടെയും വിശുദ്ധ വിവാഹത്തിന് വേണ്ടി ഇന്ന് പകൽക്കാലം ഞങ്ങൾ അവിടുത്തെ സന്നിധിയിലായിരിക്കുന്നു. അവിടുത്തെ സാന്നിധ്യം ഞങ്ങളുടെ മധ്യേ മഹത്വമായുള്ളതിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, പ്രാതികളായി പ്രിയപ്പെട്ടവരായി, കർത്താവിൻ്റെ ദാസന്മാരായി, കർത്താവ് കുടുംബത്തിൻ്റെ എല്ലാവരുടെയും മക്കൾക്കായി സ്തോത്രം ചെയ്യുന്നു. ഇന്ന് പകൽക്കാലത്തെ ശുശ്രൂഷയെ ഏറ്റവും അനുഗ്രഹമായി തീരുവാൻ സഹായിക്കണമേ. മാനവരാശിയുടെ സൃഷ്ടിയുടെ ആരംഭത്തിൽ ഏതൊക്കെ പൂങ്കാവനത്തിൽ ഇറങ്ങി വന്ന് മനുഷ്യനേകനായിരിക്കും നന്നല്ല എന്ന് പറഞ്ഞവർ തക്കതൂടെ ഉണ്ടാക്കി കൊടുത്ത് ആ വിവാഹ ജീവിതം ആരംഭിച്ച സ്വർഗ്ഗീയ പിതാവേ, ഇന്ന് പകൽക്കാലം അനുഗ്രഹിക്കപ്പെട്ട ഒരു കുടുംബം ഇവിടെ സംജാതമാകുവാൻ കർത്താവ് സഹായിക്കണമേ. കല്യാണത്തിൽ ആ വിവാഹ കർത്താവെ കടന്നിരുന്ന കുറവുകൾ പരിഹരിച്ച ദൈവം ഇന്ന് പകൽക്കാലം ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അതിനുവേണ്ടി കർത്താവ് കൂട്ടിവരുത്തിയ അവിടുത്തെ സ്ഥലത്തിലെടുക്കുന്ന ഭൂമിയിൽ അനുഗ്രഹിക്കപ്പെട്ട സ്വർഗപ്രസാദിക്കുന്ന കുടുംബം അവൻ കെട്ടിപ്പിടിക്കുവാൻ ആവശ്യമായ കുടുംബങ്ങളെ പ്രാർത്ഥിക്കുന്നു. അതിന്റെ ആവശ്യത്തോടുള്ള നിവാസമായ സഹായിക്കണമേ. ഇതിന്റെ മുഖ്യ പ്രത്യേക അഭിഷേകം പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ നാമത്തെ ബോധപ്പെടണമേ. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. വീണ്ടും പരിശുദ്ധനായ സ്വർഗ്ഗീയ പിതാവേ, മനോഹരമായ നല്ല നിമിഷങ്ങൾക്കായി ഞങ്ങളെ സ്തുതിക്കുന്ന കർത്താവേ, സ്തോത്രം ചെയ്യുന്നു. പിതാവേ, ഞങ്ങളുടെ പ്രിയ കുഞ്ഞുങ്ങളെ വിവാഹത്തോടും ഈ അടുത്തരത്തിൻ്റെ തങ്ങളിൽ കടന്നു വരുവാൻ സ്വർഗത്തിൻ്റെ നാഥൻ ഞങ്ങളെ സഹായിച്ചതിനാൽ നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ നാളിൽ കർത്താവേ, പ്രിയ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ദാസന്മാരായി സഭയായി
മഹത്വത്തിന് വേണ്ടിയെടുക്കണം. യേശുവിന്റെ നാമത്തിൽ തന്നെ. പ്രഭാഷണം നടത്തി, വിവാഹ ശുശ്രൂഷ നടത്തി. കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കേണ്ടതിനായി നമ്മുടെ ക്ഷണം സ്വീകരിച്ചെത്തിയ ചുറ്റുംകോടിൻ്റെ അഡ്മിനിസ്ട്രേറ്റീവായി സേവനമനുഷ്ഠിക്കുന്നു. അപ്പോൾ വിവിധ നിലകളിൽ ദൈവസഭയ്ക്ക് വേണ്ടി പ്രയോജനപ്പെടുന്ന കർത്താവിൻ്റെ ദാസനാണ് രാജു കേരള കല്ലുമല ദൈവസഭയുടെ സജി കുര്യൻ സെക്ഷൻ പാസ്റ്റർ, കഥാൽ പ്രസിദ്ധനായ പാസ്റ്റർ പി സി ചെറിയ ഡിസ്ട്രിക്ട് പാസ്റ്റർ, ഡിവൈനി ബോഡി മെമ്പർ, ദൈവസഭയുടെ വിവിധ നിലകളിൽ പ്രയോജനപ്പെട്ടുകൊണ്ടിരിക്കുന്ന അനുഗ്രഹീതനായ സ്നേഹിതനായ പി സി ചെറിയ പാസ്റ്റർ, ചന്ദാമറ്റം സഭയോടുള്ള ബന്ധത്തിലും പാമ്പാടി ഈസ്റ്റ് സെൻറ്ററിനോടുള്ള ബന്ധത്തിലുമൊക്കെ മുൻകാലങ്ങളിൽ പ്രവർത്തിച്ചിട്ടുള്ള ദാസൻ അബ്രഹാം മാത്യു, സൗമ്യ പിൽഫ്, നമ്മുടെ രണ്ട് സീനിയർ പാസ്റ്റേഴ്സ് പി സി തോമസ്, കെ വി ജോസഫ്, പാമ്പാടി ഈസ്റ്റ് സെൻറ്ററിൽ നിന്ന് ക്ഷാമം സ്വീകരിച്ച് എത്തിയ കർത്തദാസന്മാർ, കുടുംബാംഗങ്ങൾ, മറ്റ് പല പ്രിയപ്പെട്ടവർ, ഇതര സഭകളിൽ നിന്ന് വന്നിട്ടുള്ള കർത്തദാസന്മാർ, ഈ സ്റ്റേജിലും വേദിയിലുമൊക്കെ ആയിരിക്കുന്ന എല്ലാവരെയും ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. ചന്ദാമറ്റം ദൈവസഭയിലെ സഭാവിശ്വാസികൾ, സഭാ സെക്രട്ടറി, കുടുംബങ്ങളിൽ നിന്ന് വന്നിട്ടുള്ള മാതാപിതാക്കൾ, അവരുടെ ബന്ധുമിത്രാദികൾ, തിരുവനന്തപുരത്ത് നിന്ന് യാത്ര ചെയ്ത് ക്ഷേമത്തോടെ എത്തിച്ചേർന്ന വാത്സല്യ മക്കൾ, ഇവിടെ വരൻ്റെ ക്ഷണം സ്വീകരിച്ചെത്തിയിട്ടുള്ള വിരുന്നുകാർ, പ്രിയപ്പെട്ടവർ, അയൽവാസികൾ, നല്ല മനോഹരമായ ഗാനങ്ങൾ പാടിക്കൊണ്ടിരിക്കുന്ന കൊയർ, വീഡിയോ ഫോട്ടോസ്, മനോഹരമായ ഭക്ഷണ ക്രമീകരണം ചെയ്ത വാത്സല്യ പ്രിയപ്പെട്ടവർ, എല്ലാവർക്കും ക്രിസ്തീയ നാമത്തിലുള്ള സ്നേഹവന്ദനം പ്രതികാര അറിയിക്കുന്നു. ഇന്ന് വിവാഹ ജീവിതത്തിലേക്ക്, കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന സ്കറിയാട്ടി വർഗീസ്, അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ചന്ദാമറ്റം ദൈവസഭയ്ക്ക് അനുഗ്രഹിക്കപ്പെട്ട ഒരു കുടുംബമാണ് പ്രിയ തങ്കച്ചായ എന്ന് വിളിക്കുന്ന ഡി വർഗീസ് കുടുംബം. യാക്കോബായ ഓർത്തഡോക്സ് പാരമ്പര്യങ്ങളൊക്കെ വീട്ട് സുവിശേഷ ദർശനം പ്രാപിച്ച് കൃപാവരങ്ങളോടുകൂടി ശക്തമായ നിലയിൽ പ്രയോജനപ്പെട്ട കർത്താവിൻ്റെ മകനെ ഓർത്ത ദൈവത്തെ സ്തുതിക്കുന്നു. അപ്പോൾ തന്നെ സാമ്പത്തിക മേഖലയിലും നല്ല നിലയിലുള്ള ഉയർന്ന ബിസിനസ്സുകളും ചെയ്ത് മാന്യമായിട്ട് ഈ 14 മൈലിൽ ജീവിക്കുന്ന ഒരു ഭക്തനായ സുവിശേഷ സ്നേഹിയായ ദൈവദാസന്മാർക്ക് ആശ്വാസം നൽകുന്ന വാക്കുകൾ കൊണ്ടും പ്രവൃത്തികൾ കൊണ്ടും സാമ്പത്തികങ്ങൾ കൊണ്ടും ഒക്കെ അറിഞ്ഞ് ഇടപെടുന്ന അനുഗ്രഹീതനായ ഒരു ദൈവത്തിൻ്റെ ഭക്തനാണ് ഞങ്ങളുടെ തങ്കച്ചായൻ എന്ന് പറയുന്നതിൽ വലിയ സന്തോഷമുണ്ട്. 2 മക്കളെയാണ് ദൈവം ജ്ഞാനമായിട്ട് നൽകിയത്. ഇന്ന് വിവാഹം കഴിക്കുന്ന സ്കറിയ ഡി വർഗീസ് മാന്യമായ വിദ്യാഭ്യാസവും അതിനുശേഷം മനോരമയും ആ പ്രസ്ഥാനത്തിൽ ജോലിയോടുള്ള ബന്ധത്തിലും അപ്പോൾ തന്നെ ദൈവവചന പഠനങ്ങളെല്ലാം പൂർത്തീകരിച്ച് അവസരം കിട്ടിയ നല്ല പ്രഭാഷണം നടത്താൻ കഴിവുള്ള മനോഹരമായ ലേഖനങ്ങൾ എഴുതുന്ന അല്പം കൃപാപരമൊക്കെ ഉള്ള മകനായിട്ടാണ് എനിക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. ആ പ്രിയ പൈതലിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. മോൻസി എന്ന് വിളിക്കുന്ന പ്രിയ മകനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. അദ്ദേഹമാണ് ഈ വിഭാഗത്തിൻ്റെ ആദ്യം മുതൽ ഇതുവരെയുള്ള എല്ലാ കാര്യങ്ങളിലും ഓടി നടന്ന് രാത്രിയും പകലും ഒന്നും വ്യത്യാസം കൂടാതെ ഇതെല്ലാം ഇത്രത്തോളം വിജയപ്രദമായി തീരത്തക്ക നിലയിൽ അധ്വാനിക്കുന്ന പ്രിയ മകനെ ഓർത്തും പാസ്റ്ററുടെ കുടുംബത്തെ ഓർത്തും ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. തീർച്ചയായിട്ടും ഇന്നത്തെ ഈ ശുശ്രൂഷകളെല്ലാം അവരുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹങ്ങളായി തീരട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. തക്കതായ ഒരു തുണയായിട്ട് പ്രിയ സുനിയെ ദൈവം തമ്പുരാൻ ഒരുക്കി. സ്തോത്രം. കല്ലുമല ദൈവാസ്തിയുടെ
സന്തോഷമുണ്ട്. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവർ നമ്മുടെ മുമ്പിലുണ്ട്. അവരൊക്കെ അനുഗ്രഹിക്കപ്പെട്ട കുടുംബാംഗങ്ങൾ. ഇവർ തമ്മിലുള്ള വിവാഹ ജീവിതം ഇന്നിവിടെ ആരംഭിക്കുന്നു. കർത്താവിൻ്റെ വരവ് വരെയും ആരുടെയെങ്കിലും ഒരാളെ മരണം സംഭവിക്കുന്നത് നാൾ വരെയും എടുക്കുന്ന ഉടമ്പടി വാചകങ്ങളിലൂടെയും ഉഭയസമ്മതത്തിലൂടെയും തീരുമാനപ്രകാരം അന്ത്യത്തോളം വിജയപ്രദമായി തീരട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി ദൈവത്തോടെ പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ വിശുദ്ധനായി ഞാൻ വാക്കുകൾ ചുരുക്കുന്നു. ശക്തന്മാരായ ദൈവത്തിൻ്റെ ദാസന്മാർ നമ്മുടെ മുമ്പിലുണ്ട്. അവർക്ക് സമയങ്ങൾ വിഭാഗിച്ചു കൊടുക്കേണ്ടതിൻ്റെ ഉത്തരവാദിത്തമാണ്. എന്നാൽ സമയത്തിനെല്ലാം ഭംഗിയായി അവസാനിപ്പിക്കേണ്ടത് ആവശ്യമാണ്. ദൈവത്തിൻ്റെ സ്തോത്രം. പണ്ടൊക്കെ ദിവസങ്ങളുടെ കല്യാണത്തിന് വന്നാൽ ആൾക്കാർ പറയാവുന്ന രീതിയുണ്ട്, പ്രസംഗിച്ച് എന്നുള്ളൊരു പറച്ചിലുണ്ട്. ദൈവത്തിൻ്റെ സ്തോത്രം. ആരെയും അങ്ങനെ പറയിപ്പിക്കാനും മുഷിപ്പിക്കാനും ആഗ്രഹിക്കുന്നില്ല. സമയത്തിൻ്റെ പരിധി എല്ലാം ശക്തമായി ഉന്നതമായി ക്രമമായി നടക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കും. വിവാഹം എല്ലാവർക്കും മാന്യവും കിടക്ക നിർമ്മലവുമായിരിക്കട്ടെ. ദൈവത്തിൻ്റെ സ്തോത്രം. മാന്യമായ വിവാഹ ശുശ്രൂഷയ്ക്ക് വേണ്ടി എടുത്തിയാടിയിട്ട് കിടക്ക അശുദ്ധമാക്കി കളയുന്ന ഒത്തിരി ആൾക്കാരെ നമ്മൾ കണ്ടിട്ടുണ്ട്. ദൈവത്തിൻ്റെ സ്തോത്രം. ശ്രദ്ധിക്കുക. വിവാഹം കഴിഞ്ഞ് 3 മാസം കഴിയുമ്പോൾ എനിക്ക് വേണ്ട എന്നുള്ള തീരുമാനത്തിൽ പലരും എത്തി. ദൈവത്തിൻ്റെ ഇഷ്ടം. ഞാൻ ഇപ്പോഴും പറയാറുള്ളത് പോലെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ട ഒന്നാണ്, ചാടിക്കയറി കൈകാര്യം ചെയ്യേണ്ട ഒന്നാണ്. ദൈവത്തിന് പ്രാർത്ഥിച്ച് ആലോചന പ്രാപിച്ച് ദൈവഭക്തിയോടുകൂടി ജീവിക്കുന്ന അന്തരീക്ഷത്തിൽ ദൈവത്താൽ ഒരുക്കപ്പെടുന്ന ഈ വിവാഹബന്ധത്തിൽ പ്രാർത്ഥനാപൂർവം വേണം പ്രവേശിക്കുവാൻ. ദൈവത്തിൻ്റെ സ്തോത്രം. കുടുംബം എന്ന് പറയുന്നത് വലിയൊരു വിഷയമാണ്. ഇത് 10 മിനിറ്റ് കൊണ്ടോ 15 മിനിറ്റ് കൊണ്ടോ ഒന്നും ഇത് പറഞ്ഞാൽ തീരത്തില്ല. ഞാനെപ്പോഴും പറയാറുള്ളത് പോലെ നമ്മുടെ സൺഡേ സ്കൂൾ പാഠപദ്ധതിയിൽ ഒരു ഭാഗം ഈ കുടുംബം എന്നുള്ളതിനെക്കുറിച്ചുള്ള പാഠം കൂടെ എഴുതി ചേർത്താൽ പ്രായപൂർത്തിയായ കുഞ്ഞുങ്ങൾ അല്ലെങ്കിൽ 8ാം ക്ലാസ്സിലും 9ാം ക്ലാസ്സിലും ഒക്കെ പഠിക്കുന്ന കുഞ്ഞുങ്ങൾ തുടർമാനം 12 വരെയുള്ള ക്ലാസ്സുകളിൽ ഈ വിഷയം കൂടെ ചേർത്ത് കൊടുത്താൽ അവർ വായിച്ച് അത് പഠിച്ച് അതിൻ്റെ അർത്ഥമൊക്കെ ഗ്രഹിച്ച് മുമ്പോട്ട് പോകുമെന്നുള്ള എൻ്റെ അഭിപ്രായം. ദൈവത്തിൻ്റെ സ്തോത്രം. ഇത് പെട്ടെന്ന് പറഞ്ഞാലൊന്നും തീരത്തില്ല. ദൈവത്തിൻ്റെ സ്തോത്രം. വളരെ ശ്രദ്ധിച്ച് സൂക്ഷിച്ച് വേണം ഇതിനകത്ത് കൈകാര്യം ചെയ്യാൻ. ദൈവത്തിൻ്റെ സ്തോത്രം. പ്രായം കഴിഞ്ഞിട്ട് വിവാഹം കഴിക്കാത്ത ചെറുപ്പക്കാരുണ്ട്, പ്രായം കഴിഞ്ഞിട്ടും വിവാഹം കഴിക്കാത്ത ചെറുപ്പക്കാരികളുണ്ട്. ദൈവത്തിൻ്റെ സ്തോത്രം. അപ്പം തീർച്ചയായിട്ടും ഈ വിവാഹ ജീവിതത്തിലേക്ക് ഒരുക്കപ്പെടുന്ന പ്രിയ കുഞ്ഞുങ്ങൾ നല്ല നിലയിൽ എത്തണമെന്നുള്ളത് നമ്മുടെ ഒരു ആഗ്രഹമാണ്. ദൈവത്തിൻ്റെ സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വിവാഹം എന്ന് പറയുന്നത് ദൈവത്താൽ സ്ഥാപിതമായതാണ്. യേശുക്രിസ്തുവിനാൽ അതിന് കുറവുകൾ തീർത്തു. അതിൻ്റെ തെളിവ് യോഹന്നാൻ 2-ലാണ്. ദൈവത്തിൻ്റെ സ്തോത്രം. എന്നാൽ ലേഖനങ്ങളിലേക്ക് വരുമ്പോൾ ഒരു മാന്യമായിട്ട് പരിശുദ്ധാത്മാവ് തലമുറകൾക്ക് കൈമാറുന്നതായ നമുക്ക് വായിച്ചു പഠിക്കുവാനായിട്ട് കഴിയും. ദൈവത്തിൻ്റെ സ്തോത്രം. തീർച്ചയായിട്ടും ഇന്നത്തെ ഈ ശുശ്രൂഷകളെല്ലാം അനുഗ്രഹമായി തീരട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ സ്തോത്രം. ഭർത്താവിന് ഉത്തരവാദിത്തമുണ്ട്, ഭാര്യയ്ക്ക് ഉത്തരവാദിത്തമുണ്ട്. ദൈവത്തിൻ്റെ സ്തോത്രം. രണ്ടുപേർക്കും ഭാരിച്ച ഉത്തരവാദിത്തങ്ങളുണ്ട്. സ്നേഹിക്കണം, കീഴ്പ്പെടണം, അനുസരിക്കണം. ഇതെല്ലാം കാര്യങ്ങളാണ്. ദൈവത്തിൻ്റെ സ്തോത്രം. കഴിഞ്ഞ ദിവസം ഞാൻ വായിച്ച കൂട്ടത്തിൽ മനസ്സിലാക്കി ഒരു ദൈവദാസൻ എഴുതിയിരിക്കുകയാണ്. ഭാവ ജീവിതത്തിന് വേണ്ടി ഒരുക്കപ്പെടുന്ന ആ ഭാര്യ ഭർത്താക്കന്മാർ വിവാഹം കഴിഞ്ഞാൽ ഒരു ദിവസം 10 മിനിറ്റെങ്കിലും അവരെ ഒന്നിച്ചിരുന്ന് മുഖാമുഖമായി സംസാരിക്കണം. ദൈവത്തിൻ്റെ സ്തോത്രം. അദ്ദേഹം പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. ഒരു ദിവസം 10 മിനിറ്റ് ഭാര്യയും ഭർത്താവും കൂടെ മുഖാമുഖമായിരുന്ന് സന്തോഷത്തോടെ സംസാരിക്കണം. അത് ഏത് കുടുംബത്തിലാണ്. ദൈവത്തിൻ്റെ സ്തോത്രം. ചില കുടുംബത്തിൽ സംസാരിക്കത്തില്ല, ചില കുടുംബത്തിൽ ഒത്തിരി സംസാരിക്കും. ദൈവത്തിൻ്റെ പല നിലയിലാണ് മുമ്പോട്ട് പോകുന്നത്. പരസ്പരം സ്നേഹിക്കണം, പരസ്പരം ബഹുമാനിക്കണം, പരസ്പരം വിശ്വസിക്കണം. ദൈവത്തിൻ്റെ സ്തോത്രം. അപ്പം അങ്ങനെയൊക്കെ മുമ്പോട്ട് പോയെങ്കിൽ മാത്രമേ ഈ ജീവിതമൊക്കെ ധന്യമായി തീരാൻ കഴിയുള്ളൂ. വിവാഹം മോചനം വളരെ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ എപ്പോഴും ഏത് ഗതിയിൽ പറയുന്ന പോലെ നിസ്സാര കാര്യങ്ങളെ വിവാഹമോചനം കൊണ്ടിരിക്കുന്നു. കാറ് വാങ്ങിച്ചപ്പോൾ വെള്ളക്കാർ വേണമെന്ന് ഭർത്താവ് പറഞ്ഞു. വെള്ളക്കാർ പറഞ്ഞു. ആര് പറഞ്ഞു? എനിക്ക് രോഗം പോകാറുണ്ട്, എനിക്ക് വെള്ളം വേണം. അടിപിടിയായി. അവസാനം ഭർത്താവിൻ്റെ ഇഷ്ടപ്രകാരം പോയി കാറ് വാങ്ങിച്ചു. പിറ്റേ ദിവസം ഡൈവേഴ്സ് നോട്ടീസ്. അപ്പം തീർച്ചയായിട്ടും അങ്ങനെ ഒരു അവസ്ഥയിലേക്കൊന്നും പോകാനിടയാകാതെ സഹിച്ച്, ക്ഷമിച്ച്, സ്നേഹിച്ച്, ബഹുമാനിച്ച്, ആദരിച്ച് ഒക്കെ കടപ്പാടുകളൊക്കെ നിവർത്തിച്ച് വേണം നമ്മളെല്ലാവരും മുമ്പോട്ട് പോകാൻ. പ്രിയ കുഞ്ഞുങ്ങളും ആ നിലയിലായിരിക്കണം. ദൈവസ്നേഹത്തിൽ ഞാൻ ഓർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ശക്തന്മാരായ ദൈവത്തിൻ്റെ ദാസന്മാർ നമ്മുടെ നടുവിലുണ്ട്. അവരുടെ സമയങ്ങൾ അല്പമായിട്ട്
കൊച്ചിലാടികൾ പെട്ടെന്ന് പാടുകയും അതിനുശേഷം എല്ലാ വധുവിൻ്റെ ഭാഗത്തു നിന്നുള്ള കർത്താവിൻ്റെ ദാസൻ സജി കുര്യൻ സെക്ഷൻ പാസ്റ്റാണ്. ഈ കുര്യൻ 10 മിനിറ്റ് സംസാരിക്കും. അതിനെ തുടർന്ന് കർത്താവിൻ്റെ ദാസൻ PC ചെറിയാൻ പാസ്റ്റർ നമ്മുടെ മധ്യത്തിലുണ്ട്. അദ്ദേഹം ഒരു 15 മിനിറ്റ് കുറയാതെ ഉള്ള സമയവും അദ്ദേഹവും ദൈവത്തിൻ്റെ ചിന്തകൾ നമുക്ക് നൽകും. അതിനുശേഷം ബാക്കി കാര്യങ്ങൾ തുടരാതെ ഓർപ്പിക്കാം. പ്രാർത്ഥനാപൂർവ്വം ശ്രദ്ധിക്കും. കർത്താവിനെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. ഇന്ന് വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന പ്രിയ കുഞ്ഞുങ്ങൾ, വിശേഷാൽ ഇന്നത്തെ വിവാഹ ശുശ്രൂഷ ലീഡ് ചെയ്യുന്ന കർത്താവ്ദാസൻ ബാബു വർഗീസ്, വിവാഹം ആശീർവദിക്കുന്ന കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ വൈ റെജി, പ്രധാന മെസ്സേജ് നൽകുന്ന കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ PC ചെറിയാന്, മറ്റ് ദൈവദാസന്മാർ കല്ലുമല ദൈവസഭയുടെ സീനിയർ പാസ്റ്റേഴ്സായിരിക്കുന്ന KV ജോർജ് കുട്ടി, C എബ്രഹാം, ഞങ്ങളുടെ സഹപ്രവർത്തകരായിരിക്കുന്ന ബിജി നൈനാന്, സജി ദാനിയൽ, സ്റ്റീവൻ പാസ്റ്റർ, ടിറ്റോ തുടങ്ങിയ ദൈവദാസന്മാരെ എല്ലാം ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. ഈ പകൽ വേളയിൽ വിശേഷാൽ